പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കടലപ്പരിപ്പ് കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് ചിരകിയതും 250 ഗ്രാം ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടൊന്ന് മെൽട്ടായാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി എടുത്തു വെച്ച കടലപ്പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെക്കാം. ഞാനീ പായസം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായാൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കഴുകിയിട്ട് വെള്ളം വറുത്ത് വെച്ച കടലപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തെടുത്താൽ കടലപ്പരിപ്പ് പായസത്തിന് നല്ലൊരു ടേസ്റ്റായിരിക്കും. നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ ഒന്ന് കളറ് മാറി വരികയും ചെയ്യും, നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ ഇതിലേക്ക് 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. 4 വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിൻ്റെ പ്രഷർ പോയാൽ തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇതുപോലെ തവി കൊണ്ട് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇടയ്ക്ക് കടിക്കായം കുറച്ച് കടലപ്പരിപ്പ് കിട്ടണം. അതുകൊണ്ട് മുഴുവൻ ഉടച്ചെടുക്കണ്ട, കുറച്ച് മാത്രം നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കടലപ്പരിപ്പും ശർക്കരയും നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ 3 കപ്പ് തേങ്ങയുടെ 2ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടൊന്ന് വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത പാലാണിത്. ഈ 1ാം പാല് ചേർത്ത ശേഷം പിന്നെ അധിക സമയം ഇത് തിളപ്പിക്കേണ്ട. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കിസ്മിസും കാഷ്യൂവും നെയ്യിൽ വറുത്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കാഷ്യൂ ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.